പോക്കറ്റിൽ എന്തെങ്കിലും കിടന്നാൽ അതെടുക്കില്ല. അവസാനം അത് നനഞ്ഞു കുതിർന്ന് കഴിയുമ്പോൾ വഴക്കിന് വരികയും ചെയ്യും. മാഷ് ഇന്നലെ മാരേജ് ബ്യൂറോയിൽ പോയി എന്ന് പറയുന്നത് ശരിയാണല്ലോ? അതെ. എന്താ? ഒന്നുമില്ല. അപ്പോ ഉടനെ ആരെങ്കിലും ഒക്കെ ആലോചനയായിട്ട് വരും അല്ലേ? ഇരു കൂട്ടർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും വരും. കല്യാണിയുടെ ഫോട്ടോ കണ്ടിട്ട് ആരും ഇഷ്ടമല്ലാന്ന് പറയില്ല. ഫോട്ടോ മാഷ് കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തെന്ന് പറഞ്ഞില്ലേ ശാരദേ, പിന്നെന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നേ? അല്ല, അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോ ആരുടേതാണെന്നൊരു സംശയം. ദേ, ഇത് മാഷിന്റെ പോക്കറ്റിൽ കിടന്നതാ. ഈ ഫോട്ടോ അല്ലേ മാഷ് മാരേജ് ബ്യൂറോയിൽ കൊടുക്കാൻ കൊണ്ടുപോയത്? കള്ളങ്ങൾ ഇപ്പൊ കുറേയായി. എന്തിനാ മാഷ വെറുതെ എന്നെ ഇങ്ങനെ പൊട്ടിയാക്കുന്നത്? പൊട്ടിയാക്കുന്ന അല്ല ശാരദേ, സത്യം പറഞ്ഞ അത് കേൾക്കുന്നയാൾക്ക് നോവുമെങ്കിൽ അത്തരം സത്യങ്ങൾ പറയാതിരിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ട് ഞാനൊന്നും അറിയില്ല. കേട്ടതൊക്കെ സത്യമാണെന്ന് കരുതി സന്തോഷിക്കുകയും ചെയ്യും. പക്ഷെ ഒക്കെ ഉള്ളിലൊതുക്കി വീർപ്പ് മുട്ടുന്ന മാഷിന്റെ കാര്യം ഇന്നലെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത് കണ്ടപ്പോ ഞാൻ കരുതി അത് കല്യാണി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയത്. ഞങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് എന്തിനാ മാഷ ഇങ്ങനെ നേറുന്നത്? പ്രതീക്ഷയുടെ മാരേജ് ബ്യൂറോയിൽ ചെന്നത്. ഓഫീസ് സ്റ്റാഫ് സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ആകെ ഒരു ആശ്വാസമായിരുന്നു. ഫോട്ടോ കാട്ടിയപ്പോഴയാൾ പറയുന്നത് ഫോട്ടോയുടെ ആവശ്യമില്ല, കുട്ടി വളരെ ഫേമസ് ആണ്. അതുവരെ എന്നെ കളിയാക്കുമായിരുന്നു അയാള്. മുമ്പിൽ കിട്ടിയ ഇരയെ കുത്തി നോവിച്ച് ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും മാഷെ? അവർക്ക് മംഗല്യഭാഗ്യം എങ്ങനെ ഉണ്ടാവും? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നമ്മുടെ മക്കളെ ശരിക്കൊന്നും കണ്ടിട്ടില്ല എന്ന് പരാതി പറയുന്നവരായിരുന്നു നാട്ടുകാരിലധികവും. അങ്ങനെ പൊതിഞ്ഞു പിടിച്ചോണ്ട് നടന്നതല്ലേ ഞാൻ അവരെ. ഇപ്പോ അവരെ എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് പ്രശസ്തരാ നമ്മുടെ മക്കള്. എന്തോ വലിയ ദോഷമുണ്ട് മാഷെ. വീടിന്റെ കിഴക്കേ കോണിൽ ഒരു കൂവളം നട്ടിരുന്നു. മാഷ് തന്നല്ലേ അതിന് വെള്ളവും വളം ഇടാറ്. നന്നായി നോക്കിയിട്ടും എന്തുകൊണ്ടാ അത് പട്ടുപോയത്? മാഷ് ചിന്തിച്ചിട്ടുണ്ടോ? കൂവളം പട്ട പിന്നെ അവിടെ വാഴാൻ കൊള്ളില്ല. ഇനിയും എന്തൊക്കെയോ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു മനസ്സ് പറയുന്നു. എനിക്ക് പേടിയാവുന്നു മാഷെ. എന്റെ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതം മരണം എന്നത് എനിക്ക് ഭയമായിരുന്നു. മാഷിനെ മക്കളെ തനിച്ചാക്കിയിട്ട് പോകാനുള്ള ഭയം. എന്നാ ഇപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് മരിക്കാൻ തോന്നുന്നു എനിക്ക്. നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ കിടന്നിങ്ങനെ വെന്ത് നേറുമ്പോ വയ്യ മാഷെ, പിടിച്ചു നിൽക്കാനുള്ള കേൾപ്പ് എനിക്കില്ല. ഓ, രാവിലെ മുതലുള്ള നടത്തുക. ഒരു നാരങ്ങ വെള്ളം ഇങ്ങ് എടുത്തേ പോവാലേട്ടാ. സത്യം പറയാമല്ലോ, ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ദേ ഇപ്പം കണ്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാനങ്ങ് വീട്ടിൽ വന്നേനെ. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. എന്താ, മൂത്തയാളുടെ കല്യാണക്കാര്യം വല്ലതും ആണോ? വിഷയം കല്യാണമല്ലോ തന്നെ. പക്ഷെ എൻ്റെ പിള്ളേർക്കല്ല. നമ്മുടെ പ്രൊഫസർ ഉണ്ടല്ലോ കണിമംഗലത്തെ, അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടിക്ക. എൻ്റെ ഗോപാലേട്ടാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാലോ? നേര് നിറയുള്ള കുടുംബക്കാർ കണിമംഗലത്തുനിന്ന് ബന്ധം എടുക്കൂ? ഈ പറയുന്ന പോലൊന്നും അല്ല കുമാര കാര്യങ്ങൾ. ആ കുട്ടികൾ പാവങ്ങളാ. അറിഞ്ഞോ അറിയാതെ ഒരു ചതി ചെന്ന് ചാടിപ്പോയി.
അതിന്റെ പേരിൽ അവരുടെ സ്വഭാവത്തെ അളക്കണ്ട. നമ്മൾ അളക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം? കെട്ടുപ്രായമെത്തിയ പെൺകുട്ടികൾ മോശപ്പേര് കേൾപ്പിച്ചാൽ പിന്നെ നല്ലൊരു ആലോചന അവർക്ക് വരില്ല. പിന്നെ വരുന്നവരുണ്ടാവും, അവർക്ക് പെണ്ണിനായിരിക്കില്ല ആവശ്യം, പെണ്ണിന്റെ പണവും പണ്ടുപോവാ. താൻ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ഇക്കാര്യത്തിലൊരു നീക്കുപോക്കുണ്ടാക്കിയേ പറ്റൂ. അതെ, കല്യാണ ബ്രോക്കറാണെങ്കിലും ബ്രോക്കറുടെ അന്തസ്സ് കളയുന്ന പരിപാടിക്കൊന്നും ഞാൻ പോവില്ല. അതുകൊണ്ട് ഞാൻ നടത്തിയ ബന്ധങ്ങളൊക്കെ തരക്കേടില്ലാതെ അങ്ങ് പോകുന്നുമുണ്ട്. പെൺകുട്ടികൾക്ക് ചെറിയ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറിച്ചു പിടിക്കാം. അതുപോലാണോ ഇത്? പത്രങ്ങളായ പത്രത്തിലൊക്കെ വാർത്ത വന്നതല്ലേ? ഈ നാട്ടില് പ്രൊഫസറുടെയും മക്കളുടെയും കഥ അറിയാത്തവരായിട്ട് ആരാ ഉള്ളത് എന്ന് പറഞ്ഞു ഒഴിയരുത് കുമാര. എങ്ങനെങ്കിലും ആ കുട്ടിക്കൊരു ഭാവി ഉണ്ടായി കൊടുക്കണം. അത്രയ്ക്ക് തീ തിന്നുക പ്രൊഫസറും കുടുംബവും ഇപ്പോ. തലവേദന പിടിച്ച കേസാ. ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നാറും. എന്നാലും ഗോപാലേട്ട ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഒന്ന് നോക്കിക്കളെ. പക്ഷേ ദേ ഒരു കാര്യം, കൊണ്ടുവരുന്ന പയ്യന് അല്പസ്വല്പ പോരായ്മകളുണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചോണം. പിന്നെ കളക്ടർ വേണം, എഞ്ചിനീയർ വേണം എന്നൊന്നും പറഞ്ഞേക്കരുത്. എല്ലാം തേഞ്ഞവരെ കിട്ടണമെങ്കിലേ നമ്മളും അത്രയ്ക്ക് യോഗ്യരായിരിക്കണം. ആ സാറിന്റെ മോൾക്കൊരു പാർസലുണ്ട്, ദേവേനിക്ക്. പാഴ്സലോ? അതെ. മോളെ ദേവു, ആ എവിടുന്നാ? കേരള യൂണിവേഴ്സിറ്റിന്നാ. എന്താ അച്ഛാ? മോക്കൊരു പാഴ്സലുണ്ട്. കറസ്പോണ്ടൻസ് കോഴ്സിന് നോട്ട്സ് ആണെന്ന് തോന്നുന്നു. ആ ദേ ഇവിടെ. ഇതാ. കറസ്പോണ്ടൻസ് കോഴ്സിന് നോട്ട്സ് തന്നെയല്ലേ മോളെ? അതെ അച്ഛാ. നമസ്കാരം സൂപ്രണ്ടേ. അലക്സ് ഇരിക്ക്. എക്സൈസ് മന്ത്രി ശിവസൂദനെ കാണാൻ പോകുന്ന വഴിയാ. അപ്പ കരുതി വില്യത്തെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. ഡോ, ആ സാർ. ആ വില്യത്തെ കൂട്ടിക്കൊണ്ടുവാ. സാർ. പിന്നെ എങ്ങനുണ്ട് സൂപ്രണ്ടേ? അവന് സുഖാണോ എന്ന് ചോദിച്ചാ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല ട്രീറ്റ്മെന്റാ കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ 3-4 ദിവസമായി കടുത്ത പനിയും ജലദോഷവും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മെഡിസിൻ കഴിച്ചപ്പോ എല്ലാം മാറി. ശുദ്ധവായു കിട്ടാതെ എൻ്റെ മോൻ ഇതിനകത്ത് കിടന്ന് നരയ്ക്കാണല്ലോ സൂപ്രണ്ട് സാറേ. അവനെ ഒന്ന് പുറത്തിറക്കി വിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് കേൾക്കത്തുമില്ല. നിയമത്തിന്റെ നൂലാമാലകൾ മറികടന്ന് വേണ്ടി ഓരോന്ന് ചെയ്യാൻ ചെറിയൊരു പഴുത് കിട്ടിയ അലക്സാന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. ആ വില്യത്തെ കൊണ്ടുവരുന്നുണ്ട്. മോനെ, നല്ല ക്ഷീണമുണ്ട്, പനിയായിരുന്നു, ആഹാരത്തോടൊക്കെ ഒരുതരം വെറുപ്പും. ശരിക്കും ക്ഷമ കിട്ടു ഡാഡി, മരിക്കുന്ന ഇതിലും ഭേദം. എന്നാ ഇവിടെ കിടക്കുന്ന എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതില്ല. ഞാനിവിടെ ഇരുട്ടുമുറിയിൽ ഒറ്റപ്പെട്ടപ്പോൾ പ്രൊഫസറുടെ മക്കൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? എല്ലാ തന്ത്രങ്ങളും മനിയാറുള്ള ഡാഡിയുടെ വക്കീലിന് എന്താ പറ്റിയത്? അയാളുടെ കാര്യം മാത്രം നീ എന്നോട് മിണ്ടരുത്. സകല തെളിവുകളും ഉണ്ടായിക്കൊടുത്തു, സാക്ഷികളെ നിരത്തി കൊടുത്തു, എന്നിട്ടും രക്ഷയില്ല. ഇനി അയാളുടെ തല ഗംഗാനദിയിൽ കൊണ്ടുപോയി മുക്കണം, എന്നാലേ തലയ്ക്ക് വെളിവ് വരൂ. ആരുടെ നേരെ പഴിചാരിയാലും നമ്മുടെ ആഗ്രഹം നടന്നില്ലല്ലോ ഡാഡി. അതോർത്ത് എന്റെ പൊന്നുമ വിഷമിക്കണ്ട. ഇപ്പൊ പ്രൊഫസർ മക്കളുടെ കഴുത്തിൽ താലിച്ചേരന് മുറുക്കാനുള്ള പുറപ്പാടില്ല. അവളുമാർക്ക് കല്യാണാലോചന തുടങ്ങിയത്രേ. അതും ഒരുതരം രക്ഷപ്പെടലാണല്ലോ ഡാഡി. മാനം നഷ്ടപ്പെട്ട മക്കൾക്കായിട്ടാണ് പ്രൊഫസർ വിവാഹാലോചന തുടങ്ങിയിരിക്കുന്നത്. പണമറിഞ്ഞ് പയ്യന്മാരെ വലയിൽ കുരുക്കാനാണ് ഭാവമെന്ന് തോന്നുന്നു. പക്ഷേ ആ മോഹം നടക്കില്ല. നാരി മൂത്തിടവും നാരകവും നട്ടിടവും പോക്കാണെന്നാണ് പറയാറ്. അവളുമാര് മൂത്തിങ്ങനെ പെരനിറഞ്ഞ് നിൽക്കും. അവളുടെ നിൽപ്പ് കണ്ട് ആദ്യേറി ഒരു സുപ്രഭാതത്തിൽ പ്രൊഫസറുടെ ഭാര്യ അങ്ങ് പോകും. പിന്നെ ആൾക്കാർ കൽപ്പിച്ചു നൽകിയ പണി തന്നെ അവളുമാർക്ക് ഏറ്റെടുക്കേണ്ടി വരും. അനാശാസ്യ പ്രവർത്തനം നടത്തിയ ആൾക്കാർ കാരത്തുപ്പുന്ന അവളുമാരെ കണ്ട് പ്രൊഫസറുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടരുത്. അതെന്റെ വ്രതമാ.
സാറിൻ്റെ മകളെക്കുറിച്ച് ആൾക്കാരിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, സാറിനായി ഒരു ബന്ധം കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ അന്തസ്സ് ഞാൻ നോക്കണ്ടേ? സാറിൻ്റെ അന്തസ്സിന് ചേർന്ന കൂട്ടരാ. പയ്യൻ്റെ സ്ഥലം ഇത്തിരി ദൂരെയാ, പരവൂര്. ദൂരമെന്ന് പറയുമ്പോൾ കഷ്ടിച്ച് 1 മണിക്കൂർ യാത്ര. ദൂരം കൂടിയാലെന്താ, പയ്യന് നല്ല ജോലി, സ്പിന്നിങ് മില്ലിലെ മാനേജരാ. പിന്നെ നല്ല തറവാട്ടുകാർ. നമുക്കതൊക്കെ അല്ലേ സാറേ വേണ്ടത്. ജാതകപ്പൊരുത്തം നോക്കിയോ? നാളുകൾ തമ്മിൽ നല്ല ചേർച്ചയാ, പിന്നെ ഗ്രഹനില. ഇത് നിങ്ങൾ തന്നെ വിശദമായിട്ട് നോക്ക്. അതിങ്ങ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നടത്തുന്നതാ മര്യാദ. അല്ലെങ്കിൽ പിന്നൊരു പറച്ചിലിന്. സാർ എന്താ സാറേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇത്തരം ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂട്ടർ കുട്ടിയെ കാണാൻ വരുമോ? പെണ്ണിൻ്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച കണ്ടാൽ മതി, അതോടെ തീർന്നു. കല്യാണം അല്ലേ സാറേ, അരച്ചു കുണിച്ച് നോക്കിയ ആൾക്കാരത് വേണോ വേണ്ടേന്ന് തീരുമാനിക്കൂ. മൂടി വയ്ക്കേണ്ടത് മൂടി വയ്ക്കണം സാറേ. കുമാരൻ പറഞ്ഞത് നേരാ മാഷേ. അപ്പോഴേ നാളെ രാവിലെ ചെറുക്കൻ കൂട്ടരെയും കൂട്ടി ഞാനിഞ്ഞെത്തും. നാളെയോ? നാളെ തന്നെ. അതിലെന്താ സാറേ ഇത്ര അത്ഭുതം? ഇത്തരം കാര്യങ്ങൾക്ക് സാവകാശം പാടില്ല. ബന്ധം ഒത്തു വന്നു കഴിഞ്ഞാൽ എടുപിടിയുന്നൊരു പോക്കാം. കൂടുതൽ ആലോചിക്കാനുള്ള സമയം കൊടുത്താൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കൊതിയും നുണയൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ദേ ഇവിടെ ഇപ്പം ഇതൊന്നും നടന്നു കിട്ടേണ്ട ആവശ്യം അവരെക്കാൾ കൂടുതൽ നമുക്കാന്നേ. ആവശ്യക്കാർ വേണം കൂടുതൽ താല്പര്യം എടുക്കാൻ. എന്താ? ശരി കുമാര, നാളെ എങ്കിൽ നാളെ അവരെയും കൂട്ടിത്താൻ പോന്നുള്ളൂ. ബ്രോക്കർ കുമാരൻ കൊണ്ടുവരുന്ന ആലോചനകളൊന്നും പാഴാവില്ലെന്നാ ഗോപാലേട്ടൻ പറയുന്നേ. കേട്ടിടത്തോളം നല്ല കുടുംബക്കാരാ. പയ്യൻ ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്. അവിട്ടൻ നക്ഷത്രക്കാരനല്ലേ? അവിട്ടൻ തവിട്ടിലും നേടുമെന്നാ. പോരാത്തതിന് ചിത്രയുമായി നല്ല ചേർച്ചയും. ഗ്രഹനിലകൂടെ ഒത്തു വന്നാൽ നമുക്കിതങ്ങ് നടത്താം മാഷേ. നാളെ രാവിലെ പയ്യനും കൂട്ടനും എത്തും. എന്താ അവർക്ക് കൊടുക്കുക? നല്ല പശുവും പാലൊഴിച്ച നല്ല ചൂട് ചായ. ചായ മാത്രം കൊടുക്കാനോ? പിന്നല്ലാതെ ചായ തന്നെ അധികോ? അത് മോശമോളെ. കുറച്ചു ദൂരമൊക്കെ താണ്ടി ഇവിടം വരെ വരുന്നതല്ലേ. അപ്പം നമ്മുടെ മാന്യത കാണിക്കണം. പെണ്ണ് കാണലൊരു ഹോബിയാക്കി എടുത്തവരുണ്ട്. അത്തരക്കാര് വരുന്നത് തന്നെ ഈ സൽക്കാരം പ്രതീക്ഷിച്ച. അവർക്ക് വിഭവങ്ങൾ ഒരുക്കി നമ്മൾ വെറുതെ മണ്ടന്മാരാവാൻ പാടില്ല. ഏയ്, ഇവരത്തരക്കാരൊന്നുമല്ല. എന്നാ അമ്മയങ്ങ് ഉറപ്പിച്ചോ? എനിക്ക് ഉറപ്പാ. പെണ്ണ് കാണാൻ വരുമ്പോ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നത് പഴഞ്ചൻ ഏർപ്പാടമ്മേ. ഇപ്പൊ ചായ ഫാഷൻ. അതെ, നിന്നെ കാണാൻ ചെറുക്കൻകുട്ടി വരുമ്പോഴേ നീ ചായ മാത്രം കൊടുത്താ മതി. അതേ, ഇതിപ്പോ ഞങ്ങളുടെ മൂത്ത മോളുടെ കാര്യാ. അവളെ കാണാൻ ആള് വരുമ്പോ എന്ത് കൊടുക്കണം കൊടുക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലേ മോളെ? നമ്മള് ചേച്ചിയെ ഒഴിവാക്കുകയാണെന്ന ചേച്ചിയുടെ വിചാരം. എടിപിടി എന്നുള്ള ഈ ആലോചന കാണുമ്പോ ആർക്കായാലും അങ്ങനെ തോന്നും. അവളെ കുറ്റം പറയാനും പറ്റില്ല. ഇതങ്ങോട്ട് കൊടുത്തിട്ട് വളച്ചിഞ്ഞൊടുക്കി. കേട്ടോ കരുണ സാറേ, നടക്കാത്ത ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നല്ലാതെ ആലോചിച്ചുറപ്പിച്ച ബന്ധം ഇല്ലാതാക്കാൻ ഇതുവരെ ഞാൻ കൂട്ടുന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കാര്യവും. ലെറ്റർ കൈ കിട്ടിയ സമയാസമയങ്ങളിലത് എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഒരെണ്ണം പോലും മിസ്സാക്കിയിട്ടില്ല. എടോ കുമാര, താൻ ഒരു കല്യാണം നടത്തിയ 2 കൂട്ടരും ബ്രോക്കർ പീസായി എത്ര രൂപ തരും? അതിന്റെ 4 ഇരട്ടിയ മുതലാളി ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് കല്യാണം മുടക്കാൻ. അതുപോലെ തന്നെ അതെന്റെ കാര്യവും. 1 വർഷം കൊണ്ട് കിട്ടുന്ന ശമ്പളം ഒറ്റ ദിവസം കൊണ്ട് കൈവരാൻ പോവുക. പക്ഷെ ദേവയാനിക്ക് വരുന്ന നോട്ട്സ് കൃത്യമായി നശിപ്പിച്ചിരിക്കണം. ദൈവദോഷം കിട്ടുന്ന പരിപാടിയാ. ചിലപ്പോ അടിയും കിട്ടും. ഒന്നും കിട്ടില്ല. അതിന്റെ പേരിൽ എന്ത് ഭവിഷ്യത്തുണ്ടായാലും അത് മുതലാളി നോക്കിക്കോളും. സഹായിക്കുന്നവരെ വഞ്ചിക്കുന്ന പരിപാടി മുതലാളിക്കില്ല. അറിയാവല്ലോ 2 പേർക്കും. ഇനിയിപ്പോ നിങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ പണം കിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ പേര് ശത്രുക്കളുടെ പട്ടികയിൽ എഴുതി ചേർക്കുകയും ചെയ്യും. ശത്രുക്കളെ മെരിക്കുകയല്ല, ഒതുക്കിയ മുതലാളിക്ക് ശീലം. അതുകൊണ്ട് കിട്ടുന്നത് വാങ്ങിച്ചോണ്ട് പറഞ്ഞ പണി ഭംഗിയായി ചെയ്യുക. എന്താ?
ഹലോ. ദേവയാനിയാണോ? അല്ല, കല്യാണിയാ. ദേവയാനിക്കൊന്ന് കൊടുക്കാമോ? നിങ്ങളാരാ? പ്ലീസ് ഒന്ന് കൊടുക്കൂ. ദേവു, ഫോൺ. ഹലോ. ഹായ് ദേവയാനി, എന്റെ അഭിനന്ദനങ്ങൾ. എന്തിനെന്നോ? കനലാട്ടം റിയലി മാർവലസ്. ഒരുപാട് ആവർത്തി വായിച്ചു ഞാനിത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പാർക്ക്. യു ആർ ഗ്രേറ്റ് ദേവയാനി, ഗ്രേറ്റ്. അതിനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? കനലാട്ടം എന്റെ സൃഷ്ടിയല്ല, അതിന്റെ പിതൃത്വം മറ്റാർക്കോ ആണ്. ആരാണ് ഈ മറ്റൊരാൾ? ശിവനോ? നോ, ആ ഫോളിന്റെ തലയിൽ ഇത്രയും തലച്ചോറില്ല. അത് നിനക്ക് മാത്രം സ്വന്തമാണ് ദേവയാനി. ഞാനിപ്പോ വിളിച്ചത് നോവലിസ്റ്റിനെ അഭിനന്ദിക്കാൻ മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം പറയാൻ കൂടിയാ. നാളെയല്ലേ ചേച്ചിയെ കാണാൻ ആരൊക്കെയോ വരുന്നത്, വിവാഹാലോചനയുമായിട്ടെ. അത് മുടക്കാൻ പേട്ട കുടുംബത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. സൂക്ഷിക്കുക. നിങ്ങൾ ആരാ? ആൻ ഇൻവിസിബിൾ മാൻ. ബട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞാൻ ഇരുട്ടിലാണ്. വെളിച്ചം അത്യാവശ്യമെന്ന് തോന്നുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ ദേവാനി. ആരാ മോളെ? ആരാന്ന് ചോദിച്ചാ എനിക്കും അറിയില്ല അച്ഛാ. ആപത്തിൽ നമ്മളെ സഹായിക്കുന്ന ആരോ ഒരാൾ. പത്രത്തിലൂടെ നമുക്ക് അനുകൂലമായി ലേഖനങ്ങൾ എഴുതുന്ന അതേ അജ്ഞാതൻ. അയാൾ എന്താ പറഞ്ഞേ? എല്ലാം അറിയുന്ന അയാൾ കനലാട്ടത്തിന്റെ ആത്മാവ് ഞാനാണെന്ന് കണ്ടെത്തി. അതിന് അയാളുടെ വക അഭിനന്ദനം. പിന്നെ നാളത്തെ വിവാഹാലോചന പേട്ട കുടുംബക്കാരെ മുടക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ആളാരാന്ന് ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞത്? ആളെ പരിചയപ്പെടുത്താൻ സമയമായിട്ടില്ലാന്ന്. പക്ഷേ എപ്പോഴും നമ്മുടെ പിന്നാലെ ഉണ്ടാവുന്ന്, നമ്മുടെ സഹായിയായിട്ട്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അച്ഛാ. അയാള് പേട്ട കുടുംബത്തിന്റെ മിത്രമല്ല, ശത്രു തന്നെയാ. ഒരാഴ്ച കൂടി വേണ്ടതാ. അത് കഴിഞ്ഞിട്ട് അഴിച്ചാൽ മതിയായിരുന്നു. നാളെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണം. ഒരു സുഹൃത്തിൻ്റെ മോളുടെ കല്യാണാലോചനയ്ക്ക്. അവിടെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ 100 കൂട്ടം ചോദ്യങ്ങളുണ്ടാവും. പിന്നെ കൈയൊടിഞ്ഞെൻ്റെ കാരണം നിരത്തണം. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, കഴിഞ്ഞ മാസം 3-ാം തീയതി മൂന്തൻ എന്നൊരാൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നില്ലേ? ആരോ തല്ലി അവശനാക്കി കൈയൊടിഞ്ഞ നിലയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു സാർ. ആ സമയത്ത് അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആരാണെന്ന് ഓർമ്മയുണ്ടോ? അത് ഒന്ന് ഓർത്തു നോക്ക്. താടിയും മുടിയും നീട്ടി വളർത്തി കാലിന് നല്ല സ്വാധീനമില്ലാത്ത ആളായിരുന്നു സാർ. താടിയും മുടിയും നീട്ടി വളർത്തി കാലിന് നല്ല സ്വാധീനമില്ലാത്ത ആൾ. ഇതിനു മുമ്പ് നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇനി കണ്ട തിരിച്ചറിയോ?